ഹായ് ഡിയേഴ്സ്, അബേരി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഞാൻ ഗ്രോ സ്റ്റോറിൽ നിന്ന് വാങ്ങിയ കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിയതൊക്കെ നിങ്ങളൊന്ന് കാണിക്കാമേ. ഒന്നാമത്തത് ഈ ഫോൺ വയ്ക്കുന്ന സ്റ്റാൻഡ് കേട്ടോ. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കതിനെ വളച്ചും തിരിച്ചുമൊക്കെ വയ്ക്കാം കേട്ടോ. വെർട്ടിക്കലോ ഹോറിസോണ്ടൽ രീതിയിലൊക്കെ നമുക്ക് ഫോട്ടോ ഷൂട്ട് ചെയ്യാം, ചാരി വയ്ക്കാം, പഠിക്കാനും നമുക്ക് അങ്ങനെ സ്റ്റാൻഡ് ചാരി വയ്ക്കാനും നമുക്ക് അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്കത് സെറ്റ് ചെയ്ത് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഹൈറ്റ് ഒത്തിരി കൂട്ടാൻ പറ്റില്ല, കുറച്ച് പൊക്കി വയ്ക്കാൻ പറ്റും കേട്ടോ. എന്നാലും നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന ഐറ്റമാണിത്. പിന്നെയെന്ന് വെച്ചാൽ ഇത് ഈ ATM കാർഡൊക്കെ വെക്കാൻ പറ്റുന്ന വേണ്ടിയിട്ടുള്ളൊരു പൗച്ച്. അതിനകത്ത് നമുക്ക് ആധാർ കാർഡ്, പാൻ കാർഡ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം വെക്കാൻ പറ്റുമേ. നമുക്ക് ഈ പാൻ കാർഡ് വേറെ, ലൈസൻസ് വേറെ, അങ്ങനെ പലയിടത്തും വെക്കാണ്ട് എല്ലാം കൂടി നമുക്ക് ഈ ഒരൊറ്റ പൗച്ച് വെച്ചാൽ മതിയേ. അപ്പോൾ നമുക്ക് അവിടെ പോകണമെങ്കിൽ നമുക്ക് ഈ ഒറ്റ പൗച്ച് കൊണ്ടുപോയാൽ മതി. അങ്ങനെയാണ് ഈ പൗച്ച് വാങ്ങിച്ചത്. എനിക്ക് ഒത്തിരി യൂസ്ഫുൾ ആയത് കേട്ടോ. പിന്നെ എന്താ ഈ ഹാങ്ങിങ് ചെയ്യുന്ന സാധനമേ, ഇതിനകത്താണെങ്കിൽ നമുക്ക് ബെൽറ്റ് തൂക്കിടും, പിന്നെ ID കാർഡ് തൂക്കിടും, അങ്ങനെ നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസൊക്കെ നമുക്ക് അങ്ങനെ തൂക്കിടാൻ പറ്റുമേ. അപ്പോൾ ഞാനത് കൊച്ചിൻ്റെ ബെൽറ്റും ID കാർഡൊക്കെ തൂക്കിടാൻ വേണ്ടിയിട്ടാണ് ഞാനത് വാങ്ങിയത്. പിന്നെ ഇത് കേട്ടോ, ഇതാണെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ചാർജറിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇതൊക്കെ ഈ വളഞ്ഞതൊക്കെ മുറിഞ്ഞ് പോകുമല്ലോ. അപ്പം എൻ്റെ അങ്ങനെ ഒരു ചാർജർ ഇങ്ങനെ വളഞ്ഞ് രണ്ട് സൈഡും മുറിഞ്ഞു പോയിട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാനത് വാങ്ങിയത്. പിന്നെ ഇത് നമുക്ക് ഭിത്തിയിലോ അലമാരിയിലോ അങ്ങനെ കബോർഡുകൾ നമുക്ക് അവിടെ നല്ല ഒട്ടിക്കാൻ പറ്റുന്നതാണ്. എന്നിട്ട് നമുക്ക് ഇതുപോലൊരു സാധനമുണ്ട്, അതുകൊണ്ട് കൊടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഹാങ് ചെയ്ത് തരാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ബാഗ്, ബെൽറ്റ് അങ്ങനെയൊക്കെ ഞാൻ ഹാങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ചെറിയൊരു പശയുണ്ട്, അപ്പോൾ നമുക്ക് അത് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ഒട്ടിക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇത് ലൈറ്റ്, നമുക്ക് ഈ കുട്ടികളൊക്കെ ഉറങ്ങുന്ന റൂമിൽ അവർക്കാണെങ്കിൽ ചില സമയത്ത് ഇത് ലൈറ്റ് ഇടുമല്ലോ. അപ്പോൾ നമുക്ക് ആ ലൈറ്റ് വലിയ വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചെറിയ ബൾബിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു വെട്ടവും കിട്ടും, നമുക്ക് അത് ഉപകാരപ്പെടുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞ ചാർജർ ഇങ്ങനെ മുറിഞ്ഞു പോയത്. ഇപ്പോൾ ഞാൻ വേറൊരു ചാർജർ വാങ്ങി അപ്പോൾ അതിനകത്ത് ഞാൻ ഈ റിങ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് കുത്തുന്ന ഭാഗം ഇതുപോലെ ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ അതങ്ങനെ ശരിയായിട്ടൊന്നും കേട്ടോ, അങ്ങനെ വളഞ്ഞ് മടങ്ങി പോവില്ലേ. അപ്പം അതാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ സ്പ്രിങ്ങും ഇതും നമുക്കിങ്ങനെ ഫോണിലേക്ക് കുത്തുന്ന ഭാഗത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഫോണിൻ്റെ ആ വയറ് ഇങ്ങനെ മടങ്ങി പോവില്ലേ. പിന്നെ ഞാൻ ഇതിൻ്റെ ആ ബാക്കിലുള്ളത് സാധനം ഇളക്കി കളഞ്ഞിട്ട് ഞാൻ അലമാരിലാണ് ഒട്ടിച്ച് കൊടുത്തേക്കണത്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ID കാർഡോ ഹാങ്ങിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ്, അങ്ങനെ ബാഗോ അല്ലെങ്കിൽ ബെൽറ്റോ അങ്ങനെ നമുക്ക് എന്ത് വേണേലും നമുക്ക് ഹാങ് ചെയ്തിടാമേ. അപ്പോൾ ഞാൻ അതിലേക്ക് ബെൽറ്റും എൻ്റെ ബാഗുമാണ് ഞാൻ ഹാങ് ചെയ്തിട്ടേക്കണത്. അപ്പോൾ ഇത് ഞാൻ പുതിയൊരു ചാർജർ വാങ്ങിയിട്ട് അതിനകത്തേക്ക് സ്പ്രിങ് ഇട്ട് കൊടുത്തേക്ക് ചെയ്തേക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ലൈറ്റ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയുകയാണെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.